മധുരക്കിഴങ്ങ് പുഴുങ്ങാം. മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി നോക്കിയാലോ? ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം ഇതായിരിക്കട്ടെ. ഈ മധുരക്കിഴങ്ങ് നന്നായി കഴുകിയെടുക്കാം. ഉള്ള ചപ്പിലും ചവറിലും മണ്ണിലും എല്ലാം കടന്നതല്ലേ, നന്നായി കഴുകിയെടുക്കും. മധുരക്കിഴങ്ങിന്റെ കളറേ ആകെപ്പാടെ മാറി. ഇനി ഇതൊന്ന് നന്നായി ചിരണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ നന്നായി ചുരണ്ടിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ചെറുതായി നുറുക്കി കഴുകിയെടുക്കാം. അങ്ങനെ മധുരക്കിഴങ്ങ് കഴുകിയെടുത്തു. ഇനിയും ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം തിളപ്പിക്കാനായിട്ട്. എന്നിട്ട് ആവിയിലാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇഡലി പാത്രത്തിലെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനിയും അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഒരു പാത്രം വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകും ചുമന്നുള്ളിയും കൂടെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചമ്മന്തി ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, ഇങ്ങനെ എടുക്കുന്നുള്ളൂ. ഇനിയും ഒരു കോഫിയോടെ തയ്യാറാക്കാം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എന്തായെന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യും. നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിന് വേണ്ടി സ്വല്പം ഉപ്പ് പൊടിയെടുത്ത് സ്വല്പം വെള്ളം കൂടെ ഒന്ന് ലയിപ്പിച്ച് ഈ മധുരക്കിഴങ്ങിലേക്ക് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടിക്ക് അകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തളിച്ചു കൊടുക്കാം. ഈ ഒരു കയ്യിലെ ഫോണിരിക്കുന്നു, മറ്റൊരു കയ്യിലെ ഈ ഉപ്പ് വെള്ളം ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തളിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട്. ഫോൺ ഓഫാക്കിയിട്ട് ഒന്ന് കാണിച്ചേക്കാം. ഇങ്ങനെ തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുടഞ്ഞ് ഇളക്കിയിട്ടാൽ മതി. ഇപ്പം എല്ലായിടത്തും ആയിക്കോളും. അങ്ങനെ എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം തയ്യാറായി. അതുപോലെ കോഫി